അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ സെഷൻ 13ലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിന്റെ തേർഡ് സെഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു സെഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. The market is opened at 9:15 and closed at 3:30 p.m. during which there were many trades. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 9:15 ഓപ്പൺ ആകുന്നത്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആകുന്നത് 3:30. അപ്പൊ ഏകദേശം ഒരു 6 hour 15 minute ആണ് നമ്മുടെ മാർക്കറ്റ് അവർ വരുന്നത്. അപ്പൊ ഈ ഒരു ട്രേഡ്, ഈ ഒരു ടൈമില് മില്യൺസ് ഓഫ് ട്രേഡുകളാണ് ഓരോ സ്റ്റോക്കിലും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എല്ലാ പ്രൈസ് പോയിന്റുകളും ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിന് അല്ലെ, ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൽ മില്യൺസ് ഓഫ് ട്രേഡുകളാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ പ്രൈസ് പോയിന്റുകളും ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ആസ് എ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ്, നമുക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു എല്ലാ പ്രൈസ് പോയിന്റുകളും ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുവാണ്. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാം അല്ലെ. ഇപ്പൊ ജസ്റ്റ് ഒരു 9:15 എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്ന ടൈമും അതുപോലെ തന്നെ വൈ ആക്സിസിൽ ആ ഒരു പ്രൈസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് പ്രൈസ് പോയിന്റ്. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ കൂടി, പക്ഷേ ആസ് എ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് നമുക്ക് ഇച്ചിരി ടഫാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു ട്രേഡ് സമ്മറി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, ഒരു സ്റ്റോക്കിന്റെ ഓപ്പൺ പ്രൈസ് ആണ് എടുക്കുന്നത് നമ്മളല്ലേ. ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, when the markets are open for trading, the first price a trade executes is called the open price അല്ലെ. ഇപ്പൊ 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ആ ഒരു ട്രേഡ് നടക്കുന്ന ആദ്യത്തെ വില, അതിനെയാണ് ഓപ്പൺ പ്രൈസ് എന്ന് പറയുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, ഒരു ഓപ്പൺ പ്രൈസ് ആയിട്ട് നമ്മളൊരു പ്രൈസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ടൈമിൽ ആ ഒരു സ്റ്റോക്കിന്റെ വില എന്താണോ അതിനെയാണ് ഓപ്പൺ പ്രൈസ് എന്ന് പറയുക. നെക്സ്റ്റ് ദ ഹൈ പ്രൈസ്. ഹൈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് 9:15 ഓപ്പൺ ആയി 3:30 ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന വില ഏതാണ് അല്ലെ, ട്രേഡ് നടന്നിട്ടുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് ഹൈ പ്രൈസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കി. ഹൈ പ്രൈസ് എന്താണ്, ആ ഒരു ട്രേഡ് നടന്നിട്ടുള്ള ഏറ്റവും ഉയർന്ന വില. ഇപ്പൊ ഇവിടെ ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഏതാണ്, നിയർലി 640 അടുത്താണ് അല്ലെ. അപ്പൊ അതിനെയാണ് ഹൈ പ്രൈസ് എന്ന് പറയുക. അതുപോലെ തന്നെ ലോ പ്രൈസ് മീൻസ് എന്താണ്, ദിസ് റെപ്രസെന്റ്സ് ദ ലോവസ്റ്റ് പ്രൈസ് അറ്റ് വിച്ച് ദ ട്രേഡ് ഒക്കേർഡ് ഫോർ ദ ഗിവൺ ഡേ അല്ലെ. ആ ഒരു ദിവസത്തിൽ എന്താണ്, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുന്നേ അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ ഡേയില് ട്രേഡ് നടന്നിട്ടുള്ള ഏറ്റവും താഴ്ന്ന വില അല്ലെ. ഏത് വിലയിലാണോ ട്രേഡ് നടന്നിട്ടുള്ളത് ഏറ്റവും താഴ്ന്ന വിലയാണ് ആ ഒരു ലോ പ്രൈസ് എന്ന് പറയുക. നെക്സ്റ്റ് ദ ക്ലോസ് പ്രൈസ്, ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൈസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫൈനൽ പ്രൈസ് അറ്റ് വിച്ച് ദ മാർക്കറ്റ് ക്ലോസസ് ഫോർ ദ ഡേ അല്ലെ. ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിന്റെ വില എന്താണോ അതിനെയാണ് ഈ ഒരു ക്ലോസ് പ്രൈസ് എന്ന് പറയുക. ആൻഡ് ദിസ് റെപ്രസെന്റ്സ് ദ ഇൻട്രാഡേ സ്ട്രെങ്ത് ആൻഡ് ദ റെഫറൻസ് പോയിന്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ അല്ലെ. അടുത്ത ദിവസത്തേക്കുള്ള ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലോസ് പ്രൈസിന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ് ദ ക്ലോസ് ഈസ് ഹയർ ദാൻ ദ ഓപ്പൺ മീൻസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള വില മാർക്കറ്റ് ഓപ്പൺ ചെയ്ത വിലയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദിസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പോസിറ്റീവ് ഡേ അല്ലെ. ആ ഒരു ഡേ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ഡേ ആണ്. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ. ഓഫ് കോഴ്സ് വി വിൽ ഡീൽ വിത്ത് ദിസ് ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽസ് ആസ് വി പ്രൊസീഡ് ടു ദ മൊഡ്യൂൾ അല്ലെ. നമുക്ക് എന്തായാലും ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓപ്പൺ പ്രൈസ് എന്താണ്, ഹൈ പ്രൈസ് എന്താണ്, ലോ പ്രൈസ് എന്താണ്, അതുപോലെ തന്നെ ക്ലോസ് പ്രൈസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ സെഷൻസും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് മാർക്കറ്റിനെ പറ്റി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്നു. നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.